നമസ്കാരം. കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുംഭമാസമാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വിളകളായ ചേനയും ചേമ്പും കാച്ചിലും നനകിഴങ്ങും ഇതെല്ലാം നടുന്ന സമയമാണിപ്പോൾ. മാത്രമല്ല നമുക്ക് കുംഭത്തിലൊരു മഴ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നല്ല ഒരു കാലാവസ്ഥയാണിത് നടുന്നതിന് വേണ്ടിയിട്ട്. മണ്ണിലെല്ലാം നല്ല നനവും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാനിപ്പോൾ കാച്ചിലും ചേമ്പും ഇത് നടുന്നതിന് വേണ്ടിയിട്ടെല്ലാം കുഴിയൊക്കെ എടുത്ത് ഒരു 10-15 ദിവസത്തോളമായി കുമ്മായം ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിനി കാച്ചിൽ നടുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി നമുക്ക് കാച്ചിൽ നടാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കുഴിയിൽ നമ്മൾ കുമ്മായം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടിവളമായിട്ട്, ഇപ്പോൾ ഞാൻ ഈ കാച്ചിൽ നടുമ്പോൾ അടിവളമായിട്ട് സാധാരണ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ആദ്യമായി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അടിവളമായിട്ട് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ കോഴിവളമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചിലല്ലാതെ തന്നെ സൂപ്പർ മീൽ അങ്ങനെയുള്ള ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചാണകപ്പൊടി ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മണ്ണിലൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ഇത് സാധാരണയായിട്ട് 2-3 രീതിയിൽ ആളുകൾ കാച്ചിൽ സാധാരണ നടാറുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കുഴി എടുത്തതിന് ശേഷം കുഴിയിൽ കൂമ്പാരം കൂട്ടിയിട്ടാണ് കാച്ചിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നടുന്നത്. അപ്പോൾ ഇതിൽ നല്ലതുപോലെ ചാണകവും ഈ മണ്ണും കൂടി നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വലിയ ഒരു കുഴിയായിട്ട് നമ്മൾ ഇത് എടുക്കും. അപ്പോൾ ഈ കുഴി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കുഴിയിലേക്ക് കുറച്ച് ചവറ്, കരിയിലയുടെ ചവറ് നമ്മൾ ഈ കുഴിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ചവറിൽ കുറച്ച് ചാണകപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാച്ചിൽ നല്ല രീതിയിൽ വേരോടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഇത് സഹായകമാകും. അതിനാണ് ഇങ്ങനെ വീണ്ടും ചാണകപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാച്ചിൽ നടുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു പീസ് നടണം. ഏകദേശം ഒരു കിലോയെങ്കിലും ഒക്കെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പുഷ്ടിയുള്ള ഇതിൻ്റെ കിളിർപ്പ് വരികയും ഇത് നമുക്ക് മുകളിലേക്ക് പടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഈ കാച്ചിൽ നടുന്നത്. ഞാനിപ്പോൾ ഇവിടെ അടയ്ക്ക മരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ് കെട്ടിയിട്ട് ഇതിലേക്ക് പടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാച്ചിൽ നടുന്നത്. അപ്പോൾ ഇത് നല്ല ചുവന്ന കളറിലുള്ള കാച്ചിലാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഒരു പീസ്, ഏകദേശം ഇത് 1 കിലോയ്ക്ക് അടുത്ത് വരും. ഇതൊരു പീസ് വെട്ടാം. ഇത് ഒരു പീസ് വെട്ടാം. ഇതിപ്പോൾ ഒരു 4 പീസ് നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള കാച്ചിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്ത് ചിലർ ചാമ്പൽ അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലാം കൊത്തിയിട്ട് ഇതിൻ്റെ അകത്ത് നടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചാണകപ്പൊടിയിലാണ് നമ്മൾ ഈ കാച്ചിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിലേക്ക് നമുക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മരത്തിൻ്റെ ഇത് കണക്കാക്കി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് ചരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചാണകത്തിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചാണകം ഈ സൈഡിലൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചിലർ ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ചവറ് വെച്ചിട്ട് ഇത് നടുന്നവരുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഇതിലേക്ക് മണ്ണ് കൂമ്പാരമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
ഇതിനകത്ത് നമ്മൾ ചവർ വെച്ച് കൊടുക്കണം. ഇനി ചിലപ്പോൾ നമുക്ക് ഈ കുംഭമാസത്തിൽ ഇനി ചിലപ്പോൾ മഴ ചിലപ്പോൾ കിട്ടാതിരിക്കാം, അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇതിന് ഇടണം. അതായത് ഇതിന് വലുതായിട്ട് വെയിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചവർ വെച്ചിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പറവോ പുല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പം ഇനി ഏകദേശം ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ഈ കാച്ചിൽ പൊടിച്ച് വരും. അപ്പം നമുക്ക് കയറ് കെട്ടി ഈ മരത്തിലേക്ക് കയറ്റി വിടാം. അപ്പോൾ മുകളിലേക്ക് പോവുകയും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിപ്പത്തിനുള്ള കാച്ചിൽ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാച്ചിൽ കൃഷി ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ ലൈനായിട്ട് നമ്മൾ കാച്ചിലാണ് നടുന്നത്. അത് പടത്തി മുകളിലേക്ക് വിടാൻ വേണ്ടി ഈ സൈഡ് ഫുള്ള് അടക്കയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറ സൈഡ് നമ്മൾ ഒരു ലൈനായിട്ട് ഏകദേശം ഒരു 10-30 മൂടിനടുത്ത് വരും. ഇവിടെ നമ്മൾ നടാൻ പോകുന്നത് ചേമ്പാണ്. അപ്പോൾ ചേമ്പ് നടുന്നതിന് നമ്മൾ അന്ന് കുഴിയെടുത്തു, 15 ദിവസത്തോളമായി കുമ്മായിട്ട് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമുക്കൊരു ചെറിയ മഴയെല്ലാം കിട്ടിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചേമ്പ് നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അടിവളമായിട്ട് സാധാരണയായി കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. ചാണകപ്പൊടി ഇപ്പോൾ കൂടിപ്പോയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടും. നമ്മളിതിന് വേറെ അടിവളമായിട്ട് മറ്റൊന്നും കൊടുക്കുന്നില്ല. സാധാരണയായിട്ട് ചാണകപ്പൊടിയും പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ കോഴിവളം അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലതുപോലെ നമുക്ക് ഇളക്കി ചേർത്ത്. ഇത് നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നടാനായിട്ട് എടുത്തിരിക്കുന്നത് ചേമ്പിൻ്റെ വിത്താണ്. അപ്പോൾ ചേമ്പിൻ്റെ കുണ്ട, അതായത് നമ്മുടെ ആ പൊടിച്ച് വരുന്ന ഭാഗവും കട്ട് ചെയ്ത് അത് നമുക്ക് നടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചേമ്പിൻ്റെ വിത്തും നടാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നതിൻ്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിത്താണ്. അപ്പോൾ ഈ വിത്ത് നമ്മൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിന് മണ്ണെല്ലാം ലെവലാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് കുഴി എടുത്തതിന് ശേഷം ഈ കുഴിയിൽ ഒരു ലേശം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ചാണകപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന വേര് നല്ല ഗ്രോത്തായിട്ട് വരും. അപ്പോൾ ഈ കുഴിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ വിത്ത് ഇങ്ങനെ തൂക്കനെ സ്ട്രൈറ്റായിട്ട് നമ്മൾ വെക്കരുത്, ഒരു ലേശം ചരിച്ച് കണ്ടോ, ലേശം ചരിച്ചിട്ട് ആണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിലും കുറച്ചുകൂടി നമ്മൾ ചാണകപ്പൊടി ഈ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന വേര് നല്ല ഗ്രോത്തായിട്ട് വരികയും ചെടി നല്ല പുഷ്ടിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, ഇത് മണ്ണിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ചേമ്പിൻ്റെ വിത്ത് നടുമ്പോൾ നമ്മൾ ഇത്രയും ഇതാക്കിയിട്ട് നട്ടാൽ മതി. ഇതിന് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതയിടുക. കാര്യം ചേമ്പിൻ്റെ വിത്താണ്, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൊതയിടുക. അപ്പോൾ ഇനി നമുക്ക് കുംഭമാസം കഴിയാറൊക്കെ ആയി വരികയാണ്. അപ്പോൾ ഇനി അടുത്ത മീനമാസത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ മഴ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ മഴ കിട്ടിയില്ലെങ്കിൽ മസ്റ്റായിട്ട് നമ്മളിതിന് വെള്ളം നനച്ചു കൊടുക്കണം. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ചെറിയ രീതിയിൽ വെള്ളം നനച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ചിലപ്പം ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചേമ്പ് ഇപ്പോഴും നടുന്നവർ മഴ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് വെള്ളം കോരുക തന്നെ വേണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കാച്ചിലിന് നമുക്ക് വെള്ളം കോരേണ്ട കാര്യമില്ല, അത് സമയമാകുമ്പോൾ അത് പൊടിച്ച് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ചേമ്പ് അതുപോലെയല്ല, വെള്ളം ഉറപ്പായിട്ട് കോരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെയും കാച്ചിലിൻ്റെയും നടുന്ന രീതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.